രാഷ്ട്രവിരുദ്ധ ബന്ധം ചുമത്തി തിരുവനന്തപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്ത സെയ്ദ് മുഹമ്മദ് ആദിലിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. എറണാകുളം ATS ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയാണ്. രാജ്യാന്തര ഭീകര സംഘടന ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധത്തിലാണ് ചോദ്യം ചെയ്യൽ. ആദിലിന് IS ബന്ധമെന്നും സൂചന. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് IS ബന്ധം സംശയിക്കുന്ന ഒരു യുവാവിനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എന്തായാലും സെയ്ദ് മുഹമ്മദ് ആദിൽ, അയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? IS ബന്ധമുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണോ ATS എത്തിച്ചേരുന്നത്? രോഹിണി, ഇയാൾക്കെതിരെ നേരത്തെ ഒരു കേസ് നിലവിലുണ്ട്. അത് ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. സൈബർ സെല്ലാണ് 5 വർഷം മുമ്പ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള രാജ്യാന്തര ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, യുവാക്കളെ അടക്കം ഭീകരവാദ സംഘടനകളുടെ ഭാഗമാക്കാൻ ശ്രമിച്ചിരുന്നു എന്നതായിരുന്നു ആ ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ATSഉം കടക്കുന്നത്. അങ്ങനെ വിദേശത്ത് നിന്ന് UAE-യിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴാണ് വിമാനത്താവളത്തിൽ വെച്ച്, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ എമിഗ്രേഷൻ വിഭാഗം ലുക്കൌട്ട് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വെച്ച് ലോക്കൽ പോലീസിനെ ഏൽപ്പിക്കുന്നു. പിന്നീട് ലോക്കൽ പോലീസിൽ നിന്നാണ് ATS തീവ്രവാദ വിരുദ്ധ സേന ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതും നെടുമ്പാശ്ശേരിയിലുള്ള ATSൻ്റെ ആസ്ഥാനത്ത് എത്തിച്ച് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇയാളുടെ ഭീകരവാദ ബന്ധങ്ങൾ സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്, എന്നാൽ കൂടുതൽ വ്യക്തത വേണം. വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ATS വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ആദിലിൻ്റെ സുഹൃത്തുക്കളെ, സെയ്ദ് മുഹമ്മദ് ആദിലിൻ്റെ സുഹൃത്തുക്കളായും കൂട്ടാളികളെയും കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ ഒരു സൗഹൃദ വലയം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ നിരവധി ആളുകളുണ്ട്. അത്തരം സംഘങ്ങളുമായും സംഘടനകളുമായും ഗ്രൂപ്പുകളുമായും എല്ലാമുള്ള ആദിലിൻ്റെ ബന്ധം സംബന്ധിച്ച് തന്നെയാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നേരത്തെയും കേരളത്തിൽ പലതരത്തിലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് പല ഗ്രൂപ്പുകളുടെയും നിഴൽ രൂപങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോ അടക്കം അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഇയാളെ ATS കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ മറ്റു രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും ആദിലിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര IBക്കൊപ്പം തന്നെ NIA വിശദമായി തന്നെ ATS ആസ്ഥാനത്തെത്തി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്, മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ATS അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി എവിടെയെല്ലാമാണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത്തരത്തിലുള്ള സംഘടനകളുടെ ആസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് യാത്രകൾ നടത്തിയിട്ടുണ്ടോ, ഭീകരവാദത്തിൻ്റെ ഭാഗമായി, അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി, ആശയ പ്രചരണത്തിൻ്റെ ഭാഗമായി, പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാം തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക്, ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് യാത്രകൾ നടത്തിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ചോദ്യം ചെയ്യൽ, വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തുടരുക തന്നെയാണ് എന്നാണ് ATS വ്യക്തമാക്കുന്നത്. എന്നാൽ കൃത്യമായ ചില സൂചനകൾ, കൃത്യമായ ചില തെളിവുകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നോട്ടീസ് ഇയാൾക്കെതിരെ പുറപ്പെടുവിക്കുന്നത്, സെയ്ദ് മുഹമ്മദ് ആദിലിനെതിരെ അന്വേഷണ സംഘം പുറപ്പെടുവിക്കുന്നതിന് ഒരു കാരണമെന്ന് പറയുന്നത് നിരവധി സൂചനകൾ, നിരവധി തെളിവുകൾ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുന്നതും കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഏറെക്കാലം ഈ നാട്ടിലേക്ക് വരാതെ വിദേശത്ത് തന്നെ തങ്ങുകയായിരുന്നു ആദിൽ ചെയ്തിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അന്വേഷണ ഏജൻസികളും നടത്തി വരുന്നതിനിടയിലാണ് ദമാമിൽ നിന്ന് തിരിച്ചു വരുന്നതും അവിടെ ഇവിടെ എത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിൽ ും വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.